ഇന്ത്യ പീപ്പിൾ ആൻഡ് ഇക്കോണമി എന്ന ക്ലാസ് 12 ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് മൈഗ്രേഷൻ, ടൈപ്സ്, കോസസ് ആൻഡ് കോൺസിക്വൻസസ്. കുടിയേറ്റം, വിവിധ തരങ്ങൾ, കാരണങ്ങൾ, അനന്തര ഫലങ്ങൾ. ഇതിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. പാഠഭാഗത്തിലൂടെ കടക്കുന്നതിന് മുന്നേ നമുക്കൊരു three components of population change in our previous classes. Which are the components? Birth rate, death rate and migration. ജനസംഖ്യാ വ്യതിയാനത്തിന്റെ 3 പ്രധാന ഘടകങ്ങളെ പറ്റി നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണവ? ജനനം, മരണം, കുടിയേറ്റം. What is human migration? It is the movement of people from one place to another. ഒരു പ്രദേശത്ത് നിന്നും ജനങ്ങൾ മാറി മറ്റൊരു സ്ഥലത്ത് താമസമുറപ്പിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസഞ്ചയത്തിന്റെ വിന്യാസത്തിൽ എന്നും എക്കാലത്തും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കുടിയേറ്റം. Thousands of people have migrated to India from Central Asia, West Asia and Southeast Asia. മധ്യേഷ്യയിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നും ദക്ഷിണപൂർവ്വ ഏഷ്യയിൽ നിന്നുമൊക്കെ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ചരിത്രം തന്നെ കുടിയേറ്റത്തിന്റെ ചരിത്രമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നിരുന്നു. Today we can find Indians migrating to different countries of the world, namely Middle East, Western Europe, America, etc. എന്നാൽ ഇന്നാകട്ടെ ഇന്ത്യയിൽ നിന്നും ധാരാളം ജനങ്ങൾ മറ്റു പല രാജ്യങ്ങളിലേക്കും മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കുമൊക്കെ മികച്ച അവസരങ്ങൾ തേടി പോകുന്നുണ്ട്. മധ്യപൂർവ്വ ദേശങ്ങളിലേക്കും പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കുമൊക്കെ ഇവിടെ നിന്ന് ഇന്ത്യക്കാർ മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി കുടിയേറി പാർത്തുകൊണ്ടിരുന്നു. A renowned Indian poet, Firak Gorakhpuri, has expressed his views on Indian migration. Caravans of people from all parts of the world kept on coming and settling in India and led to the formation of India. ഇന്ത്യൻ കവിയായ ഫിറാഖ് ഗോരാഖ്പുരി തന്റെ വാക്കുകളിലൂടെ ഇന്ത്യൻ കുടിയേറ്റത്തെ വിവരിച്ചത് ഇങ്ങനെയാണ്:
ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടം കൂട്ടമായി ഇങ്ങോട്ട് വന്ന് ഇവിടെ സ്ഥിരതാമസം ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ക്രമേണ ഇന്ത്യ രൂപം കൊണ്ടത്. Now, let us learn about Indian diaspora. Indian diaspora refers to the dispersion of Indians to different countries outside India. ഇന്ത്യൻ ഡയസ്പോറ എന്നാൽ ഇന്ത്യൻ പ്രവാസം എന്നാണ് അർത്ഥമാക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യക്കാർ ഇന്ത്യ വിട്ട് പുറം രാജ്യങ്ങളിൽ കഴിയുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിൽ കഴിയുന്നതിനെയാണ് ഇന്ത്യൻ പ്രവാസം എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രവാസ ജീവിതം നമുക്ക് 3 ഘട്ടങ്ങളിലായിട്ട് പഠിക്കാം. There are 3 waves of Indian migration. Let us see. The first wave of migration. This was during the colonial period, that is, the period of British rule. During this period, millions of laborers were sent to Mauritius, Caribbean islands, Fiji and South Africa from the states of Bihar, UP, Goa, etc. These migrations were covered under the Girmit Act, which was the Indian Emigration Act. All these people were treated as slaves and they were put to work in the plantations. ബ്രിട്ടീഷ് ഭരണകാലത്ത് മൗറീഷ്യസ്, കരീബിയൻ ദ്വീപ്, ഫിജി, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലേക്ക് ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ ധാരാളം ഇന്ത്യക്കാരെ ജോലിക്കായിട്ട് അയച്ചിട്ടുണ്ട്. ഫ്രഞ്ചുകാരും ഡച്ചുകാരും തമിഴ്നാട്, പോണ്ടിശ്ശേരി മുതലായ സ്ഥലങ്ങളിൽ നിന്നും യൂണിയൻ ഐലൻഡ്, മാർട്ടിനിക്, സ്യൂറിനാം എന്നീ പ്രദേശങ്ങളിലോട്ടും ഇന്ത്യക്കാരെ ജോലിക്കായിട്ട് കയറ്റി അയച്ചിട്ടുണ്ട്. പോർച്ചുഗീസ് ഭരണകാലത്ത് ഗോവ, ദമൻ ആൻഡ് ദ്യൂ എന്നീ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം തൊഴിലാളികളെ മൊസാംബിക്കിലെയും അങ്കോളയിലെയും തോട്ടങ്ങളിലേക്കും അയച്ചിട്ടുണ്ട്. ഈ തൊഴിലാളികളുടെയൊക്കെ തന്നെ സ്ഥിതി അടിമകളുടേതിന് തുല്യമായിരുന്നു. The second wave included the migration of artisans, professionals and traders to countries like Thailand, Malaysia, Singapore, etc. in search of better job opportunities. കുടിയേറ്റത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കച്ചവടക്കാർ, കരകൗശല വിദഗ്ധർ, ഫാക്ടറി തൊഴിലാളികൾ എന്നിവരാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയത്. എണ്ണ ഉൽപാദനത്തിന്റെ പെട്ടെന്നുള്ള വളർച്ചയെ തുടർന്ന് 1970കളിൽ വിദഗ്ധരും അർദ്ധവിദഗ്ധരുമായ നിരവധി തൊഴിലാളികൾ വിദേശങ്ങളിലേക്ക് ജോലി തേടി പോയി. Now, the third wave of migration. This included professionals, namely doctors, engineers, financial experts, media persons, and so on. They migrated to USA, Canada, Australia, Germany, and other countries in search of better opportunities. The net result was brain drain. കുടിയേറ്റത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിലേക്ക് പോയത് ഇന്ത്യയിലെ ബുദ്ധിജീവികളായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാധ്യമപ്രവർത്തകരുമൊക്കെയാണ്. ഇന്ത്യയിൽ നിന്നും ഇവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ ഈ തൊഴിൽ വിദഗ്ധരുടെ അല്ലെങ്കിൽ ഈ ബുദ്ധിജീവികളുടെ സേവനം നമുക്ക് നഷ്ടമാവുകയാണ് ഉണ്ടായത്. ഇതിനെയാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഡയസ്പോറ ഇസ് ദ മോസ്റ്റ് പവർഫുൾ ഇൻ ദ വേൾഡ്. ഇന്ത്യൻ പ്രവാസം ഇപ്പോൾ ലോകത്തിൽ ഏറെ ശക്തമാണ്. എന്താണ് അതിന് കാരണം? ഇന്ത്യൻ തൊഴിലാളികൾ അവർ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെയും ഏറ്റവും കൂടിയ ശമ്പളവും ആനുകൂല്യവും കൈപ്പറ്റുന്നവരാണ്. അവർ ജോലി ചെയ്യുന്ന രാജ്യങ്ങളുടെ വികസനത്തിൽ വളരെ സുപ്രധാനമായ ഒരു പങ്കാണ് അവർ വഹിക്കുന്നത്. അടുത്തതായിട്ട് മൈഗ്രേഷൻ ആൻഡ് സെൻസസ്. ആസ് ടോൾഡ് earlier, data on migration is collected through census. The first census of India was conducted in 1881. ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് കണക്കെടുപ്പ് നടന്നത് 1881 അന്ന് ഡേറ്റ റെക്കോർഡ് ചെയ്തത് ജന്മസ്ഥലത്തെ ആസ്പദമാക്കിയാണ്. ഡേറ്റ വാസ് റെക്കോർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് ഓഫ് ബർത്ത്. Later on, in 1961 and in 1971, modifications were made. 1961 രണ്ട് ഘടകങ്ങളെ കൂടി സെൻസസിൽ ഉൾപ്പെടുത്തി. പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് റെസിഡൻസ്, ജനന സ്ഥലവും താമസ ദൈർഘ്യവും. In 1971, place of last residence and duration of stay at the place of enumeration.
1971 അവസാനം താമസിച്ച സ്ഥലവും രേഖപ്പെടുത്തുന്ന സ്ഥലത്തെ താമസ ദൈർഘ്യവും കൂടി രേഖപ്പെടുത്തുകയുണ്ടായി. ഇൻ 1981 റീസൺസ് ഫോർ മൈഗ്രേഷൻ ഓൾസോ വർ ഇൻക്ലൂഡഡ്. 1981 ആയപ്പോഴേക്കും കുടിയേറ്റത്തിനുള്ള കാരണങ്ങൾ കൂടി ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചു. In the census of India, migration is enumerated on 2 bases. ഇപ്പോൾ നമ്മുടെ ജനസംഖ്യാ കണക്കെടുപ്പിൽ കുടിയേറ്റത്തെ 2 അടിസ്ഥാനത്തിൽ പരിഗണിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, പ്ലേസ് ഓഫ് ബർത്ത്, അതായത് ജന്മസ്ഥലത്തെ അടിസ്ഥാനമാക്കിയും. സെക്കൻഡ് ഇസ് പ്ലേസ് ഓഫ് റെസിഡൻസ്, വാസസ്ഥലത്തെ അടിസ്ഥാനമാക്കിയും. If the place of birth is different from the place of enumeration, the person is called a lifetime migrant. ഇപ്പോൾ രേഖപ്പെടുത്തിയ വാസസ്ഥലം ജനനസ്ഥലത്തിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ ആ വ്യക്തിയെ ലൈഫ് ടൈം മൈഗ്രന്റ് അഥവാ ആജീവനാന്ത കുടിയേറ്റക്കാരൻ എന്ന് വിളിക്കാം. If the place of last residence is different from the place of enumeration, the person is known as migrant by last residence. ഇപ്പോൾ രേഖപ്പെടുത്തിയ വാസസ്ഥലം മുൻ വാസസ്ഥലത്തിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ ആ വ്യക്തിയെ മൈഗ്രന്റ് ബൈ ലാസ്റ്റ് റെസിഡൻസ് എന്ന് വിളിക്കാം. Out of the total population of India, 37%, that is 455.8 million, are migrants by last residence. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 37% ആൾക്കാരും അവരുടെ അവസാന വാസസ്ഥല പ്രകാരം കുടിയേറ്റക്കാരായി ആണ്. അടുത്തതായിട്ട് നമുക്ക് സ്ട്രീംസ് ഓഫ് മൈഗ്രേഷൻ എന്താണെന്ന് നോക്കാം. കുടിയേറ്റത്തിന്റെ ദിശ. There are 2 streams of migration. 2 തരത്തിലുള്ള കുടിയേറ്റമാണ് ഉള്ളത്. ഇന്റേണൽ മൈഗ്രേഷൻ ആൻഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ, അതായത് ആഭ്യന്തര കുടിയേറ്റവും അന്താരാഷ്ട്ര കുടിയേറ്റവും. എന്താണ് ഇന്റേണൽ മൈഗ്രേഷൻ? ഇറ്റ് റെഫേഴ്സ് ടു മൈഗ്രേഷൻ വിത്തിൻ ദ കൺട്രി. രാജ്യത്തിന് അകത്ത് നടക്കുന്ന മൈഗ്രേഷനെയാണ്. അതായത് ഇന്ത്യക്ക് അകത്ത് തന്നെ നമ്മൾ ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇന്റേണൽ മൈഗ്രേഷൻ അഥവാ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയും. രണ്ടാമത്തത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ അഥവാ അന്താരാഷ്ട്ര കുടിയേറ്റം. What is it? It refers to migration across countries and continents. ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ അന്താരാഷ്ട്ര കുടിയേറ്റം എന്നാണ് പറയുന്നത്. ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കോ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കോ പോവുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര കുടിയേറ്റമാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതും മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറി പാർക്കുന്നതും എല്ലാം ഈ അന്താരാഷ്ട്ര കുടിയേറ്റത്തിലാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ഇസ് സ്ട്രീംസ് ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ, ആഭ്യന്തര കുടിയേറ്റ പ്രവാഹങ്ങൾ. There are 4 streams of internal migration. First one, rural to rural migration, ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലോട്ടുള്ള കുടിയേറ്റ പ്രവാഹങ്ങൾ. Second one, rural to urban migration, ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കുള്ള കുടിയേറ്റം. Third is urban to urban migration, പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലോട്ടുള്ള കുടിയേറ്റം. Fourth one, urban to rural, പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമപ്രദേശത്തിലോട്ടുള്ള കുടിയേറ്റ പ്രവാഹങ്ങൾ. Now see this bar diagram. This shows the distribution of male and female migrants in different streams of intrastate and interstate migration. Intrastate migration എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനകത്ത് നടത്തുന്ന കുടിയേറ്റമാണ്. ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കുടിയേറുന്നതിനെയാണ് ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. From this diagram, it is evident that females predominate streams of short distance rural to rural migration. അതായത് ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൽ സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. Contrary to this, men predominate rural to urban streams of interstate migration due to economic reasons. എന്നാൽ ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൽ പുരുഷന്മാരാണ് മുൻപിൽ നിൽക്കുന്നത്. സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. Next is international migration. What do you mean by international migration? It refers to migration of people across countries and continents. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ
ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കോ പോകുന്നതിനെയാണ് അന്താരാഷ്ട്ര കുടിയേറ്റം എന്ന് പറയുന്നത്. When we study international migration, we come across two terms, emigration and immigration. ഈ രണ്ട് ടേംസും നമ്മൾ മുൻപുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. What is emigration? It is moving out of a country. ഒരു രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിനെയാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പോകുന്ന ആളിനെ നമ്മൾ എന്ത് വിളിക്കും? എമിഗ്രന്റ് എന്ന് വിളിക്കും. ഇനി വാട്ട് ഇസ് ഇമിഗ്രേഷൻ? ഇറ്റ് ഇസ് മൂവിങ് ഇൻ ടു എ കൺട്രി. ഒരു രാജ്യത്തിലേക്ക് വന്നു ചേരുന്നതിനെയാണ്, ഒരു രാജ്യത്തിലേക്ക് ജനങ്ങൾ വന്നു ചേരുന്നതിനെയാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വന്നു ചേരുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് ഇമിഗ്രൻസ് എന്നാണ്. അക്കോർഡിംഗ് ടു 2011 census, 5 million people have migrated to India from other countries. Out of these, 90% came from Bangladesh, Pakistan and Nepal. A few refugees also came from Tibet, Sri Lanka, Iran and Myanmar. 2011 സെൻസസ് പ്രകാരം 5 ദശലക്ഷം ആൾക്കാരാണ് ഇന്ത്യയിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും കുടിയേറി വന്നിട്ടുള്ളത്. ഇവരിൽ 90% ആൾക്കാരും നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ എന്നിവയിൽ നിന്നുമാണ് എത്തിയിട്ടുള്ളത്. ശ്രീലങ്കയിൽ നിന്നും മ്യാൻമറിൽ നിന്നും ടിബറ്റിൽ നിന്നുമൊക്കെ അഭയാർത്ഥികളായി വന്ന ആയിരക്കണക്കിന് ആളുകളും നമ്മുടെ രാജ്യത്തുണ്ട്. ഇനി ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിലേക്ക് പോയവരുടെ കണക്കെടുത്താൽ ഏകദേശം 2 കോടിയോളം വരും. സ്പേഷ്യൽ വേരിയേഷൻ ഇൻ മൈഗ്രേഷൻ, കുടിയേറ്റത്തിലെ സ്ഥാലിക ഭേദങ്ങൾ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി ആൻഡ് ഹരിയാന attract migrants from UP and Bihar. Maharashtra has the highest percentage of in-migrants. Delhi came second. And UP and Bihar were at top in out-migrants from the states. ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്നത്. കുടിയേറ്റ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയിലാണ്. 2ാം സ്ഥാനം ഡൽഹിക്കാണ് ഉള്ളത്. ഉത്തർപ്രദേശിനും ബീഹാറിനുമാണ് സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള കുടിയേറ്റത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ ഉള്ളത്. Taking the case of Indian urban areas, the highest number of migrants are recorded in Greater Mumbai. ഇന്ത്യൻ നഗരങ്ങളുടെ കാര്യമെടുത്താൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ളത് ഗ്രേറ്റർ മുംബൈയിലാണ്. നമ്മൾ ഈ പഠിച്ച പാഠഭാഗത്തെ ആസ്പദമാക്കി കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് തരികയാണ്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് ഇന്ത്യൻ ഡയസ്പോറ. ഇന്ത്യൻ പ്രവാസ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കുക. സെക്കൻഡ് വൺ, വൈ ഇസ് ദ മെയിൽ മൈഗ്രേഷൻ ഹയർ ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ്. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൽ പുരുഷന്മാരുടെ എണ്ണം കൂടിയിരിക്കുന്നത് എന്തുകൊണ്ട്? 3. നെയിം ദ സ്ട്രീംസ് ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ. ആഭ്യന്തര കുടിയേറ്റത്തിന്റെ ദിശകൾ ഏതെന്ന് എഴുതുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇന്ത്യൻ ഡയസ്പോറ, മൈഗ്രേഷൻ ആൻഡ് സെൻസസ് ഇൻ ഇന്ത്യ, സ്ട്രീംസ് ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ, സ്പേഷ്യൽ വേരിയേഷൻസ് ഇൻ മൈഗ്രേഷൻ. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയുമാണ് മൈഗ്രേഷൻ എന്ന ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് വരുന്നത്. 2ാം ഭാഗം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്.